സമയത്ത് നടന്ന സംഭവം. മൽക്കാൺപൂർ ഗ്രാമത്തിൽ 2 സാരി വിൽക്കുന്നവർ ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ സുരേഷ് തന്റെ വീട്ടിൽ തന്റെ ഭാര്യയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നീ കുറച്ചു ദിവസം മുമ്പല്ലേ സ്വർണം വാങ്ങിയത്? അതെ, എനിക്ക് ആ വള ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനത് വാങ്ങി. നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത്? നീ ഇന്നലെ ആ സ്വർണങ്ങളൊന്നും വാങ്ങാൻ പാടില്ലായിരുന്നു. നിനക്കറിയോ, ഇന്ന് തൊട്ട് ആ സ്വർണത്തിന്റെ വില വന്നിട്ട് 1000 രൂപ കുറഞ്ഞിട്ടുണ്ട്. എന്താ ഇത്? വെറും ഒരു 1000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നോട് വഴക്കിടുമോ? പറയൂ. ഞാൻ നിന്റെ അടുത്ത് അടികൂടാനും വരുന്നില്ല, നിന്നോട് സംസാരിക്കാനും വരുന്നില്ല. ഞാൻ എന്റെ കടയ്ക്ക് പോവുകയാണ്. ആ മനോജിന്റെ കടയിൽ നന്നായിട്ട് വ്യാപാരം ആവുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ടിഫണെങ്കിലും കഴിച്ചിട്ട് പോകുന്നേ. സുരേഷ് മീനു പറഞ്ഞതിന് ഒന്നും പറഞ്ഞില്ല. പിന്നെ തന്റെ കടയെ നോക്കി ചെന്നു. ഇത് ഉച്ച സമയമാണ്. പിന്നെ സുരേഷിന്റെ കട നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ മനോജിന്റെ കടയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നോക്കു ചേട്ടാ, ഈ സാരിന് എന്താണ് വില? ഈ സാരിന്റെ വില 1000 രൂപയാണ്. ഇത് ബനാറസിന്റെ സാരിയാണ്. വന്ന് എടുത്തോളൂ നിങ്ങൾ, വളരെ നന്നായിട്ടുണ്ടാവും. 1000 രൂപയുള്ളൂ? സുരേഷ് ഏട്ടന്റെ കടയിനെക്കാട്ടും വളരെ കുറവായിട്ടുണ്ടല്ലോ. അങ്ങനെയാണോ? എന്നാൽ ഈ വിലയിൽ വെക്കുന്ന എനിക്ക് ഒരു കുറവും ഇല്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ സാരി വേറെ എവിടെന്നെങ്കിലും കിട്ടിയേക്കും. ഞാൻ ഇന്നലെയാണ് ആ സാരി കണ്ടത്. കളർ വേറെ ആയാലും തുണി ഇതുപോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞ വെച്ചാൽ തുണി വളരെ സ്പെഷ്യലാണ്, അതുകൊണ്ട് 2000 രൂപ ആവുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കേട്ടാ, നിങ്ങൾ ഈ സാരി അങ്ങ് എടുത്തോളൂ. വളരെ നല്ല ശക്തമായ സാരിയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നോളൂ. ആ ശരി ചേട്ടാ, നിങ്ങൾ ഇത് പാക്ക് ചെയ്തേക്ക്. മനോജ് ലഹന് സാരി നൽകി. പിന്നെ ലഹൻ അവിടെ നിന്നും നേരെ സുരേഷിന്റെ കടയിലേക്ക് ചെന്നു. എന്താ ലക്കൻ ചേട്ടാ, ഇന്നലെയല്ലേ എന്റെ അടുത്ത് നിങ്ങൾ സാരിന്റെ വില ചോദിച്ചത്? പക്ഷെ നിങ്ങൾ അവന്റെ കടയിൽ നിന്നാണല്ലോ വാങ്ങിട്ട് വന്നത്. അതെ ചേട്ടാ, നിങ്ങൾ പറഞ്ഞതിന്റെ വിലയുടെ പകുതി വിലയാണ് ഞാൻ വാങ്ങിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഗ്രാമത്തിലെ പകുതി ജനങ്ങളെ എല്ലാവരും പറ്റിക്കുകയാണ്. അയ്യോ, അങ്ങനൊന്നുമില്ല ചേട്ടാ. സാരിയിൽ കുറെ വകയായുള്ള സാരിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ച സാരി വന്നിട്ട് നിങ്ങൾ കൊണ്ട് എവിടെയും വാങ്ങാനും പറ്റില്ല. അപ്പോൾ വിലയും വല്ലാതെ കൂടുകയല്ലേ. നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ വേസ്റ്റാണ്. ശരി, ഒരു പ്രശ്നവുമില്ല, ഞാൻ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ലഹൻ താൻ പറയേണ്ടത് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അങ്ങനെ വെച്ചാൽ ഇവൻ എല്ലാ സാരിയും വല്ലാതെ കുറവിലാണല്ലോ വെക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ കടയിലെക്കാട്ടും അവന്റെ കടയിൽ വല്ലാതെ കൂട്ടമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെ അവനെ കൊണ്ട് ഇത്രയും വലിയ പണക്കാരാവാൻ പറ്റിയത്? ഇത്രയും വലിയ വീട്, ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, ഇത്രയും പണം, ഇതൊക്കെ എങ്ങനെയാണ്? സുരേഷ് മനോജിന്റെ കടയുടെ അരികിലായി ചെന്നു. എന്നിട്ട് അദ്ദേഹം നോക്കി. ആ ഗ്രാമത്തിൽ ചേർന്ന ഒരു വലിയ ജമീന്ദാർ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ട് സുരേഷ് മറഞ്ഞു നിന്ന് അവരെന്ത് സംസാരിക്കുന്നെന്ന് ശ്രദ്ധിച്ചു. എന്താ മോനെ മനോജ്, നിന്റെ കട വളരെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ സാരിന്റെ വില എല്ലാ കടയിനെക്കാട്ടും വളരെ കുറവായിട്ട് വിൽക്കുന്നുണ്ടെന്ന്. എല്ലാം ആ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാണ്. അദ്ദേഹം എനിക്ക് കുറെ തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ വേണ്ടി ഞാൻ കാശ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണോ? പക്ഷെ എനിക്ക് തോന്നിയത് നീ നിന്റെ വ്യാപാരം വലുതാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതും ഒരു കാര്യമാണ് മുതലാളി. പക്ഷെ എന്താ കാര്യം വെച്ചാൽ, ഞാൻ ആ ചെടി വല്ലാതെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. പിന്നെ ആ അദൃഷ്ടം നിറഞ്ഞ പഴവും ഞാൻ കഴിച്ചു. ഞാനും കഷ്ടപ്പെട്ടിട്ട് ആ മലേന്റെ മുകളിലേക്ക് പോയിട്ട് ആ അദൃഷ്ടം നിറഞ്ഞ പഴം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സുരേഷ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് ആലോചിക്കാൻ തുടങ്ങി. അധിഷ്ഠം നിറഞ്ഞ പഴോ? അങ്ങനെയാണോ? അപ്പൊ ഇതാണോ കാര്യം? അങ്ങനെ വെച്ചാൽ ഇവർ രണ്ടുപേരുടെ അധിഷ്ഠത്തിന് കാരണം ആ മലേന്റെ മുകളിലുള്ള ഒരു മായമായ പഴമാണ്. അത് മലേന്റെ മുകളിലാണ് ഉള്ളത്. ഇപ്പൊ ഞാനും ആ പഴം കഴിക്കാൻ പോവുകയാണ്. പിന്നെ മൊത്ത ഗ്രാമത്തിൽ നമ്മൾ പണക്കാരനാവാൻ പോവുകയാണ്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ആ മലയുടെ അരികിൽ ചെന്നു. ഒരു പ്രാവശ്യം ആ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സമയം രാത്രിയായി. പിന്നെ സുരേഷ് പാതി യാത്ര കടന്നു കഴിഞ്ഞു. സുരേഷ് ഒരു മരത്തിനടിയിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വഴിപോക്കൻ ആ സ്ഥലത്തേക്ക് വന്നത്. ചേട്ടാ, എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ്റുമോ? പൈസ ഉണ്ടോ? പൈസയൊന്നും ഇല്ല ചേട്ടാ. പൈസ ഇല്ലാതെ ഞാൻ ഒരുത്തിനും ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല. നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താ, ഇല്ലെങ്കിൽ ഇവിടെ അങ്ങ് പോയേക്ക്. നിങ്ങൾ എന്റെ പൈ ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടത് എടുക്കുകയാണെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് കഴിക്കാൻ തന്നേക്ക്. ഞാൻ അവിടെ ഒരു മുഖ്യമായ ജോലിക്ക് വന്നതാണ്. പിന്നെ കള്ളന്മാര് ഇവിടുന്ന് എല്ലാം കട്ടുകൊണ്ടുപോയി. ഇപ്പൊ എന്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കാര്യങ്ങൾ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിലൊന്നും കുടുങ്ങാൻ പോകുന്നില്ല.
കാണിക്കേ പൈ കാണിക്കേ, അപ്പോഴെന്തെങ്കിലും ഞാൻ കഴിക്കാൻ തരിക. ശരി ചേട്ടാ, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ആ വഴിപോക്കൻ ആ ബാഗ് തുറന്നതും തന്നെ അതിൽ 2 സാരികൾ ഉണ്ടായിരുന്നു. രണ്ടും അത്ര ഭംഗിയായി ചെയ്തിരുന്നു. അത് ഒന്നിന്റെ വില 5000-ൽ കുറവില്ലായിരുന്നു. എനിക്ക് ഈ 2 സാരിയും എനിക്ക് വേണം. ഈ 2 സാരികളോ? പക്ഷേ ഇതിന് വല്ലാതെ വിലയാണല്ലോ. ഇതിന് ഒരു വിലയുമില്ല. വഴി മാറിയിട്ട് ഇങ്ങനെ കാട്ടിലേക്ക് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ നിനക്ക് തിന്നാൻ ഭക്ഷണമാണ്. സ്വർണത്തിനെക്കാട്ടും വയത്തിനെക്കാട്ടും വില കൂടുതൽ. സാരി അങ്ങ് തന്നിട്ട് ഭക്ഷണം അങ്ങ് എടുത്തിട്ട് പോയിക്കോ. ആ ശരി ചേട്ടാ, പക്ഷെ എന്നെ കൊണ്ട് ഒരു സാരി നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. 2ാമത്തെ സാരി വെച്ചിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി ശരി, എന്നാ ഇതാ പകുതി ഭക്ഷണവും പകുതി റൊട്ടിയും ഉണ്ട്. ചേട്ടാ, കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരി, ഒരു കുഴപ്പമില്ല, ഞാനിവിടുന്ന് പുറപ്പെടുകയാണ്. ആ പൊയ്ക്കോ മോനെ പൊയ്ക്കോ. ആ പിന്നെ ഒരു കാര്യം, നീ ഗ്രാമത്തിലേക്ക് വന്നാലേ പിന്നെ എന്റെ കടയിൽ വന്നിട്ട് നീ തീർച്ചയായിട്ടും സാരി വാങ്ങിട്ട് പോണം. ആ വഴിപോക്കൻ സുരേഷിന്റെ അത്യാഗ്രഹം കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആഹാരം വാങ്ങിയിട്ട് അവിടെ നിന്നും അദ്ദേഹം പോയി. സുരേഷും ഉറങ്ങിപ്പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ സുരേഷിന്റെ യാത്ര തുടങ്ങി. പിന്നീട് കുറെ ദൂരം നടന്നതിന് ശേഷം അദ്ദേഹം മലയുടെ അരികിലായി എത്തി. അവിടെ പഴങ്ങൾ നിറഞ്ഞ ഒരു മരമുണ്ടായിരുന്നു. കിട്ടിപ്പോയി. ഇത് മുന്തിരി ചെടിയാണല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിദേശത്തിൽ പണം തരുന്ന അധിഷ്ഠ ചെടിയാണെന്ന് കേട്ടിട്ടുണ്ട്. സുരേഷ് അതിൽ നിന്നും കുറച്ച് മുന്തിരികൾ പറിച്ചു. എന്നിട്ട് അദ്ദേഹം അത് കഴിച്ചു. ആഹാ, തീർച്ചയായിട്ടും ഈ പഴത്തിൽ എന്തോ ഒരു വിശേഷമുണ്ട്. ഇത് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഉള്ളിൽ തന്നെ എന്തോ ഒരു ശക്തി വന്ന പോലെയുണ്ട്. ഒരു പക്ഷേ ഈ പഴംചെടി എന്റെ കൂടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോയാലോ? ഇത് ഞാൻ എടുത്തിട്ട് പോയിട്ട് എന്റെ വീടിന് മുമ്പിൽ തന്നെ ഞാൻ വെക്കും. പിന്നെ എപ്പോ വേണമെങ്കിലും എനിക്ക് കഴിക്കാം. എന്റെ ബുദ്ധിശാലിത്തന്നെ ആലോചിച്ചോലെ ചില നേരത്തിൽ എന്നെ കണ്ട എനിക്ക് എന്നെ പേടിയാവുന്നുണ്ട്. സുരേഷ് അതിൽ നിന്നും ഒരുപാട് പഴങ്ങൾ കഴിച്ചു. എന്നിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് പോയി. അന്ന് 2 പേർ ആ ചെടി പറിച്ച് അവരുടെ മുറ്റത്ത് നടാനായി വന്നിരുന്നു. ആ ചേട്ടാ, മരം നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ, ഇതാ പിടിച്ചോളൂ, നിങ്ങൾക്ക് 2 പേർക്കുള്ള പണം. ചേട്ടാ, ഇതില് കാശ് കുറച്ച് കുറവായിട്ടുണ്ടല്ലോ. അതെ, ഇന്നലെ ഞാൻ ഞങ്ങൾക്ക് ചായയും ടിഫിനും വാങ്ങി തന്നില്ലേ, ആ പണമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പണം ഞാൻ തന്നിട്ടുണ്ട്, എണ്ണി നോക്കിയേക്ക്. ശരിയല്ലേ? നിങ്ങൾ വലിയ ആള് തന്നെയാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ആളാണെന്ന് എനിക്ക് മുമ്പേ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾ തീരെ വന്നിട്ടുണ്ടാവില്ല. ശരി, വാ പോവാം. അവർ 2 പേരും അവിടെ നിന്നും പോയി. വലുത് വന്നു, വേണ്ടെങ്കിൽ അങ്ങ് പോയിക്കൂടെ? ഇപ്പൊ കട തുറക്കാനുള്ള നേരം വന്നിട്ടുണ്ട്. എനിക്ക് പണമഴ പെയ്യാൻ പോവുകയാണ്. സുരേഷ് തന്റെ കട നോക്കി നടന്നു. പിന്നെ അവിടേക്ക് ചെന്ന് തന്റെ കട തുറന്നു. അന്നത്തെ പാതി ദിവസം കടന്നുപോയി. പക്ഷെ ഒരു കസ്റ്റമേഴ്സും വന്നില്ല. അപ്പോഴാണ് സുരേഷ് അതേ വഴിപോക്കൻ മനോജിന്റെ കടയിലേക്ക് പോകുന്നത് കണ്ടത്. ആ വഴിപോക്കൻ സുരേഷിനെ കണ്ടു. എന്നിട്ട് ദേഷ്യത്തിൽ തന്റെ മുഖം തിരിച്ചു കൊണ്ടുപോയി. ലഹൻ ഇത് കണ്ടിട്ട് സുരേഷിനെ കാണാനായി വന്നു. ആ ചേട്ടാ, ഇയാൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തല്ലുണ്ടായിരുന്നോ? ഇല്ലല്ലോ, അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായാലും ഇതിൽ എനിക്കെന്താ പ്രശ്നമുള്ളത്? പ്രശ്നമല്ല, അത് വലിയ പ്രശ്നമാണ്. എന്താ നീ എന്താ പറയാൻ വരുന്നത് ലക്കൻ? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അയാൾ നഗരത്തിലൊരു വലിയ വ്യാപാരിയാണ്. പിന്നെ നമ്മുടെ നഗരത്തിലേക്ക് വന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് സാരി വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്ത് സത്യമാണോ? അയ്യോ, ഞാൻ എന്താ ചെയ്തത്? ശരി, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ആ പഴം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി ഒന്നും തോന്നാത്തത്. ഇപ്പൊ ഞാൻ ആ പഴം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തായാലും അരൂര് കിട്ടും. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അയാളടുത്ത് നേരിട്ട് തന്നെ പോയി സംസാരിക്കാം. ഇപ്പോൾ സുരേഷും ലഗനും ആ വ്യാപാരിയെ കാണാനായി ചെന്നു. അദ്ദേഹം മനോജിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വെച്ചാൽ ഈ ഒപ്പന്തം പൂർത്തിയായി മനോജ്? അതെ, തീർച്ചയായും. എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മുടെ ഒപ്പന്തം ഇതുപോലെ തന്നെ എപ്പോഴും ഉണ്ടാവണം. തീർച്ചയായും, നിങ്ങൾ വളരെ നല്ല മനുഷ്യൻ തന്നെയാണ്. ഇന്നലെ നിങ്ങൾ എനിക്ക് ഗ്രാമത്തിൽ വഴിയും കാണിച്ചു, പിന്നെ താമസിക്കാൻ നിങ്ങളുടെ വീടും തന്നു. എന്റെ ചേട്ടാ, ഇന്നലെ കഴിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നില്ലേ? നിങ്ങളെന്താ അതൊക്കെ മറന്നുപോയോ? ഓ, നിങ്ങളാണോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ ആവശ്യത്തെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചതല്ലേ. എന്റെ വില ഉയരുന്ന സാരി നിങ്ങൾ എടുത്തുകൊണ്ടുപോയി. പിന്നെ നിങ്ങൾ പകുതി ഭക്ഷണമല്ലേ തന്നത്. വീണ്ടും നിങ്ങൾ ഇന്നൊരു സാരി എൻ്റെ ചോദിച്ചതല്ലേ, ഇതാ എടുത്തോളൂ. ഇനി എനിക്കിത് ആവശ്യമില്ല. ഇത് എന്റെ ഗിഫ്റ്റായിട്ട് നിങ്ങൾ വെച്ചോളൂ. ശരി, ഞാനിപ്പോൾ പുറപ്പെടാണ് മനോജ്. വേഗം തന്നെ നമുക്ക് കാണാം. അയ്യോ ചേട്ടാ, നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് പോയിക്കോ. സുരേഷ് പറയുന്നത് ഒന്നും കേൾക്കാതെ അദ്ദേഹം അവിടെ നിന്നും പോയി. സുരേഷിന് ഒരുപാട് ദേഷ്യം വന്നു. പിന്നെ അദ്ദേഹം മനോജിനോട് എന്തു പറഞ്ഞെന്നാൽ, മനോജ്,
നീയല്ലേ പറഞ്ഞത് വളരെ കഷ്ടപ്പെട്ടാണ് ആ മലേന്റെ മുകളിൽ പോയി പഴം കഴിച്ചതെന്ന്. ആ അധിഷ്ടപ്പഴം കഴിച്ചതെന്ന് നീ പറഞ്ഞല്ലേ? ഞാനും അതേപോലെ തന്നെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് എന്താ അധിഷ്ടമൊന്നും കിട്ടാത്തത്? പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞത്? ഷെടാ, എന്റെ അടുത്തല്ല, നീ ആ ജമീന്ദാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞതല്ലേ? ഷെടാ, നീ എന്താ ഇങ്ങനെ ചെയ്ത് സുരേഷ്? ഞാൻ എന്ത് അർത്ഥത്തിൽ പറഞ്ഞു വെച്ചാൽ, ഞാൻ കഷ്ടപ്പെട്ടിട്ട് മല പോലെയാണ് അധ്വാനം ചെയ്തത്. അതിനായുള്ള കിട്ടിയ ഫലനാണ് ഞാൻ പഴമായിട്ടെന്ന് പറഞ്ഞത്. നീ ഇങ്ങനത്തെ ഒരു മണ്ടനായി പോയല്ലോ. ഞാൻ ആ ചെടി വെക്കാൻ വേണ്ടി വീട്ടിന് പുറത്ത് ഒരു കാശും കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, എനിക്കെന്താ ഇത്രയും നഷ്ടം? നോക്ക്, നീ ഇപ്പോഴും പണത്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിന്റെ ഉള്ളിലുള്ള അത്യാഗ്രഹം നീ മാറ്റിയാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ആ ചെടി എപ്പോഴും നിന്റെ വീട്ടിൽ നിന്ന് കാഞ്ഞു പോയിട്ടുണ്ടാവും. ഇത്രയും വലിയ മരത്തിനെ നിന്റെ സ്വാർത്ഥത്തിന് വേണ്ടി നീ അതിനെ കൊന്നില്ലേ? നീ മിണ്ടാതിരിക്കേ, നിനക്ക് ഒരു കുന്തം അറിയില്ല. സുരേഷ് വളരെ ദേഷ്യത്തോടെ തന്റെ വീട്ടിലേക്ക് ചെന്നു. മീനു, നീ എവിടെയാ ഉള്ളത്? നീ എവിടെയാ ഉള്ളത് മീനു? അപ്പോഴാണ് സുരേഷ് അവിടെ ടേബിളിൽ ഒരു കത്തിരുന്നത് കണ്ടത്. സുരേഷ് അത് വായിച്ചു. ഞാൻ മീനു. നിങ്ങളുടെ അത്യാഗ്രഹം ഞാൻ കണ്ടിട്ട് വെറുത്തുപോയി. ആദ്യം കുട്ടികളെടുത്ത് പറഞ്ഞിട്ട് അവരുടെ മാമാ വീട്ടിൽ പോയി പഠിക്കണം നിങ്ങൾ വിളിച്ചോ. കാരണം അവർ പഠിപ്പിന് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ എന്റെ ചെലവും കാണാൻ വേണ്ടി നിങ്ങൾക്ക് വല്ലാതെ കഷ്ടമായിട്ടുണ്ടല്ലേ. ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എപ്പോഴും ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല. നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ വെച്ചോളൂ. പിന്നെ ഈ വളയം ഞാൻ ഇവിടെ തന്നെ വെച്ച് പോവുകയാണ്. അതിനുള്ള 1000 റുപ്യ എൻ്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അയച്ചു വിടാം. ഞാൻ പോവുകയാണ്. എനിക്ക് എന്തിനെങ്ങനെ സംഭവിക്കുന്നത്? ഇത് വായിച്ചതും സുരേഷ് ആകെ സ്തംഭിച്ചുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, പണവും കാശും ആർക്കു വേണ്ടി സമ്പാദിക്കുന്നുവോ ഇപ്പോൾ അവർ തന്നെ കൂടെയില്ല. അതിനുശേഷം സുരേഷ് തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അദ്ദേഹത്തിന് ഒരു കാര്യം വളരെ നന്നായി മനസ്സിലായി. വളരെ രുചിയുള്ള പഴം ഏതാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ മലയിൽ വളരെ കഷ്ടപ്പെട്ട് കേറി അവിടെ കഴിച്ചില്ലേ, ആ പഴമാണ്. ആ അധ്വാനം കാരണമാണ് അദ്ദേഹത്തിന് ആ പഴം അത്ര രുചിയുള്ളതായി തോന്നിയത്.